വീണ്ടും വാർത്തകളിലേക്ക്. മാനുഷിക ബന്ധങ്ങൾക്ക് പരിഗണന നൽകുന്ന പൊതുപ്രവർത്തകർ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നതായി ടി.എൻ. പ്രതാപൻ എം.എൽ.എ. തൃത്തല്ലൂർ ശ്രീശൈലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐ.വി. രാമനാഥൻ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.എൽ.എ. ഏതാണ് നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകന്മാർക്ക് ഉണ്ടാകേണ്ട ഗുണവിശേഷങ്ങൾ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ പ്രഥമമായി ചൂണ്ടിക്കാണിക്കാവുന്ന ആളുകളിൽ ഒരാൾ തന്നെയാണ് ശ്രീ ഐ.വി. രാഷ്ട്രീയ മതിൽക്കെട്ടിനകത്ത് ഒതുങ്ങി നിന്നിരുന്ന ആളല്ല. നാട്ടിലെ ഏത് പ്രശ്നങ്ങളിലും സൗഹൃദ സ്വഭാവക്കാരനായി ഇടപെടുകയും ചെയ്തിരുന്ന ഒരാളാണ്. അന്നൊക്കെ വ്യത്യസ്തമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം ഒരു നല്ല കുടുംബ സുഹൃത്ത് വ്യക്തി ആരാകണം, നമുക്കൊരു നല്ല സുഹൃത്ത് ആരാകണം എന്നുള്ളതിന് അപൂർവമായ മാതൃകകളിൽ ഒന്നാണ് ശ്രീ ഐ.വി. കുട്ടികളും മതവും ജാതിയും രാഷ്ട്രീയവും പണക്കാരനും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യതിയാനങ്ങൾ വിലയിരുത്തുന്ന ഒരു കാലത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്നേഹത്തിനും സൗഹൃദത്തിനുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വില. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അളവുകോൽ എന്ന് കരുതി അതിനെ പൊതുജീവിതവും വ്യക്തിജീവിതവുമായി കൂട്ടിയിണക്കി നമുക്കിടയിൽ ജീവിച്ച് നടന്നുപോയ ഒരാളാണ് പ്രിയങ്കരനായ ശ്രീ ഐ.വി. രാമനാഥൻ. ഐ.വി. രാമനാഥൻ സേവന അവാർഡ് കൊടുങ്ങല്ലൂർ CI സുരേന്ദ്രന് M.L.A. സമ്മാനിച്ചു. ട്രസ്റ്റ് ചെയർമാൻ VAH വലപ്പാട് അധ്യക്ഷനായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ, ഗിൽസ തിലകൻ, T.A. ഗിരീന്ദ്രൻ, C.K. തിലകൻ, B.V. ധർമ്മരാജൻ എന്നിവരും സംസാരിച്ചു. CBSE സംസ്ഥാന ഫുട്ബോൾ ജേതാക്കളായ ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂളിലെ ടീമിനും CBSE കലോത്സവ വിജയികൾക്കും സ്കൂൾ PTA ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. തളിക്കുളത്ത് നടത്തിയ സ്വീകരണ സമ്മേളനം ടി.എൻ. പ്രതാപൻ M.L.A. ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് P.I. ഷൗക്കത്ത് അലി അധ്യക്ഷനായിരുന്നു. സ്കൂളിലെ ഫുട്ബോൾ ടീമിനും കലോത്സവ വിജയികൾക്കുമുള്ള സമ്മാനദാനം ഗീതാ ഗോപി M.L.A. നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, പ്രിൻസിപ്പാൾ എം ദിനേശ് ബാബു, സഫിയ റഹ്മാൻ എന്നിവരും സംസാരിച്ചു. ഭാരതീയ വിദ്യാനികേതന്റെ തൃശൂർ ജില്ലാ കലോത്സവത്തിൽ എങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ 402 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത്. കൊടകര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ 399 പോയിന്റോടെ രണ്ടാം സ്ഥാനവും എത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ 396 പോയിന്റോടെ മൂന്നാം സ്ഥാനവും നേടി. കലോത്സവ സമ്മേളനത്തിന്റെ സമ്മാനദാനം വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് T.N. രാമൻ നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ രാജൻ കൊച്ചത്ത് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പാൽ E.V. ശശിധരൻ, വേലായുധൻ പണിക്കശ്ശേരി, വേണുഗോപാൽ പാഴൂർ, പ്രോഗ്രാം കൺവീനർ K. കൃഷ്ണൻകുട്ടി, M.R. ബിജോയ്, മുരുകേശൻ എന്നിവരും സംസാരിച്ചു. ജോയിന്റ് കൺവീനർ ബിന്ദു ഹരി സ്വാഗതവും K.V. ജയൻ നന്ദിയും പറഞ്ഞു. മതിലകത്ത് കടകളിൽ പാൻ മസാല വിൽപ്പന നടത്തിയ 2 പേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവന്തറയിൽ പലചരക്ക് കട നടത്തുന്ന തൊഴുത്തുംപറമ്പിൽ സജീവനാണ് പിടിയിലായത്. ഇയാൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന 500 പാക്കറ്റ് ഹാൻസും പിടിച്ചെടുത്തിട്ടുണ്ട്. പെരിഞ്ഞനം വെസ്റ്റിൽ പലചരക്ക് വ്യാപാരിയായ കളപ്പുരയ്ക്കൽ രാജന്റെ പലചരക്ക് കടയിൽ നിന്നും 50 പാക്കറ്റ് ഹാൻസും പോലീസ് പിടിച്ചെടുത്തു. 2 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. അഡീഷണൽ SI K. രവീന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർ അനൂപ്, ഹോംഗാർഡ് അൻസാരി എന്നിവർ ചേർന്നാണ് കടകളിൽ റെയ്ഡ് നടത്തിയത്. തൃപ്പയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി പ്രഭാഷണം നടന്നു. പായിക്കാട്ട് കൃഷ്ണൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. തുടർന്ന് തിരുവനന്തപുരം കലാക്ഷേത്ര അവതരിപ്പിച്ച ഭീഷ്മർ ബാലയും അരങ്ങേറി. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള ഭവന നിർമ്മാണ വായ്പയുടെ ഉദ്ഘാടനം കയ്പമംഗലത്ത് നടന്നു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ വിതരണം മത്സ്യഫെഡ് വഴിയാക്കുമെന്ന് മന്ത്രി K. ബാബു. ചിലമ്പിന്റെ കഥ പാടിയ തൃക്കണാമതിലകത്ത് ചിലപ്പതികാരം ടെസ്റ്റിന് തുടക്കമായി. പൊതുപ്രവർത്തകനായിരുന്ന ഐ.വി. രാമനാഥന്റെ പേരിലുള്ള സേവന അവാർഡ് വിതരണം തൃത്തല്ലൂരിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.